ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ടോബി ജോൺസണാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, ഈ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, എത്ര കുടുംബങ്ങൾ അവിടെ കഴിയുന്നു? മറ്റൊന്ന്, ഈ കുട്ടനാട്ടിലെ ഒരു നിലവിൽ പ്രളയ സാഹചര്യം എങ്ങനെയാണ്, വെള്ളപ്പൊക്ക സാഹചര്യം? ടോബി, മഴ അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലും അതുപോലെ തന്നെ പുറക്കാട് പഞ്ചായത്തിലുമാണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമാണ്. ജില്ലാ കളക്ടർമാരാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. കോട്ടയം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 66ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിലാണ്, അതായത് അപ്പർ കുട്ടനാട് മേഖലകളിലാണ് കൂടുതലും ക്യാമ്പുകൾ ഉള്ളത്. ഇവിടെ നിന്നും വെള്ളം ഇറങ്ങിപ്പോകാത്തതാണ് ഈ ക്യാമ്പുകൾ തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 2 ദിവസം കൂടി മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഈ ക്യാമ്പുകൾ വിടാൻ സാധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പുകൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളം ഇറങ്ങുകയാണെങ്കിൽ, മഴ മാറി വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ക്യാമ്പുകൾ പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷമേ ഈ സ്കൂളുകളിൽ അധ്യയനം തുടങ്ങുകയുള്ളൂ. ഉന്മേഷ് കൃഷിക. യെസ്, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.